Hello beautiful people, welcome back to Catalyst Education. നമ്മൾ ഇന്ന് ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സിലുള്ള. സോ നമ്മുടെ എക്സാംസ് ഒക്കെ നമ്മൾ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ച് തുടങ്ങേണ്ട ടൈം ആയിക്കണേ. ഇനി നമ്മൾ പഠിച്ച് തുടങ്ങിയിരിക്കുന്നത്, പക്ഷെ നമ്മൾ ഡെയിലി ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പിക്കൊക്കെ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വളരെ സീരിയസോട് കൂടിയിട്ട് തന്നെ ഇനി നമ്മൾ എന്താക്കണം നോക്കി കാണേണ്ട ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തത് വാരി വലിച്ച് പഠിച്ചിട്ട് ടൈം കളയാനുള്ള ആ ഒരു സമയം നമ്മളെ കയ്യിലില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓരോരോ ചാപ്റ്ററിനും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. സോ നമുക്ക് എന്താക്കാം, അത് നോക്കാം. അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഏത് ചാപ്റ്ററിന്റെ മുകളിലാണ്, ഇനി ഏത് ചാപ്റ്ററിന്റെ മുകളിലാണ് നമ്മൾ തീരെ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഓരോരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 11 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ എക്കണോമിക്സിൽ ഉള്ളത് അല്ലെ. നമുക്ക് ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 5 ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സും 6 ചാപ്റ്റർ മാക്രോ എക്കണോമിക്സും ആണ്. 2 പാർട്ടായിട്ടാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൈക്രോന്നും മാക്രോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏത്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതേപോലെ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. രണ്ടിനും 12 മാർക്കിനാണ് എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും അതേപോലെ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് SA ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്, ഇത് രണ്ടെന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഏത്, തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 10 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കുറെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. മൈക്രോ എക്കണോമിക്സിലുള്ള ചാപ്റ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ അതെന്താക്കാം, അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഏത്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 8 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 8 മുതൽ 10 മാർക്ക് വരെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നമുക്കറിയാം നമ്മൾ കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. നമുക്ക് ടാബിൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത്, ഇൻകം ഡിറ്റർമിനേഷൻ. 7 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻകം ഡിറ്റർമിനേഷൻ, ഇക്വിലിബ്രിയം ഇൻകം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏത്, 6 മാർക്കിന് ചോദിക്കുന്നത്. ഈ 6 മാർക്കിന് ചോദിക്കുന്ന ഒന്നാമതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും ഒക്കെ. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ മണി ആൻഡ് ബാങ്കിങ്, ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഒരു തിയറി ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററും ഓപ്പൺ എക്കണോമി മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും. ഈ ചാപ്റ്റേഴ്സിനൊക്കെ 6 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളെ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് ഏത്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സും. 2-4 മാർക്കിനാണ് നമുക്ക് എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്താക്കുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ആകെ നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഡേയ്സുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ഓരോന്നിനും എത്ര ടൈം കൊടുക്കണം എന്നുള്ളത് സ്കെഡ്യൂൾ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.